നമസ്കാരം. ഹൈസ്കൂൾ അറ്റാച്ച്ഡ് ക്ലാസ് 5ന്റെ മലയാളം കേരള പാഠാവലിയുടെ ഇന്ന് നടന്ന പരീക്ഷയുടെ ചോദ്യങ്ങളും 1 മാർക്കിന്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ പ്രവർത്തനം വായിക്കാം, എഴുതാം. ഗദ്യഭാഗം വായിക്കുന്നില്ല, നമുക്ക് ചോദ്യത്തിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം: ആരോടൊപ്പം പറന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നേരം പുലർന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആയിട്ടുള്ള അനുജത്തിയോടൊപ്പം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. രണ്ടാമത്തെ ചോദ്യം: പതിവ് പോലെ എല്ലാവരും ചിരിച്ചു. എപ്പോൾ? എപ്പോഴാണ് എല്ലാവരും ചിരിച്ചത്? ഓപ്ഷൻ സി ആയിട്ടുള്ള കൂട്ടുകാരെ ചിറകിലേറ്റി പറന്നത് പറഞ്ഞപ്പോൾ എന്നതാണ് ബി ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ സി: മരങ്ങളുടെ ഇലകൾ ധാരാളമായി ഉതിർന്നു കിടന്നത് എന്തിന്റെ അടയാളമായിരുന്നു? എന്തിന്റെ അടയാളമായിരുന്നു? ഓപ്ഷൻ ഡി ഭീമാകാരനായ പക്ഷി പറന്നതിന്റെ എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം ഡി ക്വസ്റ്റ്യൻ: ഉറ്റ സുഹൃത്തുക്കളുമായി വസുന്ധര പറന്നത് എവിടെയാണ്? എവിടെയാണ് പറന്നിരുന്നത്? സ്കൂൾ ഗ്രൗണ്ടിന് മുകളിലാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇതിന് അനുയോജ്യമായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആയിട്ടുള്ള 2 മാത്രം ശരി എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വസുന്ധര പറഞ്ഞതെല്ലാം സത്യമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കൂട്ടുകാരികൾ അവളെ എങ്ങനെയാണ് നോക്കിയത്? എങ്ങനെയാണ്? ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഭീതിയോടെ എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം. 2ൽ എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സംഭാഷണമാണ്. 2ൽ ബി: വെള്ളത്തൂവൽ പോലൊരു ഗ്രാമത്തിൽ നിന്ന് ഒരാൾക്ക് ഒരിക്കലും താജ്മഹൽ കാണാൻ പോകാൻ കഴിയില്ലെന്ന് അയാൾക്ക് തോന്നി. അതിന് കാരണമായി രാജൻ പറഞ്ഞ പ്രസ്താവനകളിൽ, ആര് പറഞ്ഞതാണ്? രാജൻ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായവ ഏത്? അതിൽ രാജൻ പറഞ്ഞ ഒരു പ്രസ്താവന ഏതാണ്? അവിടെ പോകാൻ 1000കണക്കിന് രൂപ വേണം. പ്രസ്താവന 2: ആഗ്ര ഇന്ത്യക്ക് പുറത്താണ്. പ്രസ്താവന 3: തീവണ്ടിയിലൊക്കെ യാത്ര ചെയ്യാനുള്ള പരിചയം വേണം. ഇതില് രാജൻ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പ്രസ്താവന 1ഉം 3ഉമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇതിന് അനുയോജ്യമായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. പ്രസ്താവന 1ഉം 3ഉം ശരി. ഇനി 2ൽ സി ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, പുഴയ്ക്ക് നല്ല അറിവാണ്. ഒരു കാരണം കൊടുത്തിട്ടുണ്ട്, അത് പല നാടുകളും ചുറ്റി സഞ്ചരിക്കുന്നു. ഇതിന്റെ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, കാര്യവും കാരണവും ശരി. മൂന്നാമത്തെ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് 2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അവയിൽ ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതിയാകും. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് യാത്രാനുഭവമാണ്. രണ്ടാമത്തേത് മഴ അനുഭവമാണ്. നാലാമത്തേതിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതി മതിയായിരുന്നു. അതിൽ ഒന്നാമത്തേത് എ ഓപ്ഷൻ വരുന്നത് അഭിപ്രായക്കുറിപ്പാണ്. ബി ഓപ്ഷൻ വിശകലന കുറിപ്പ്. 5ാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഡയറിയാണ്. 6ാമത്തെ പ്രവർത്തനം പ്രസംഗവും. നമ്മൾ ഈ വീഡിയോയിലൂടെ 1 മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്തു? 1 മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു ഇപ്പോൾ. എന്നാൽ ഇതിന് ശേഷമുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ ചിന്തകളും ഭാവനയും ഉപയോഗിച്ച് എഴുതേണ്ടവയാണ്. ഓരോരുത്തരും എഴുതുന്ന രീതി എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. ഈ വലിയ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം എന്നതിലുപരി എന്താണ്? നിങ്ങൾ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി നിങ്ങളുടെ ഭാവനയ്ക്കാണ് എന്ത് ചെയ്യുന്നത്? ഇതിൽ മുൻഗണന കൊടുക്കുന്നത്. അതുകൊണ്ട് പേടിക്കാതെ, തെറ്റുകളെ കുറിച്ച് ആലോചിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഭംഗിയായി എഴുതിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും പരീക്ഷയിൽ മികച്ച വിജയം എന്ത് ചെയ്യാണ്? ആശംസിക്കുകയാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.